നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതലും അരിയാഹാരമാണല്ലേ. അതിപ്പം ഉച്ച സമയത്തുള്ള ഊണിലായാലും അതുപോലെ വൈകുന്നേരത്തെ ചില സ്നാക്സിലായാലും ഒക്കെ തന്നെ ഈ ഒരു അരിയാഹാരം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ഇത് പൊണ്ണത്തടി പോലുള്ള കാരണങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും ഇതിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു സംശയം വരാം. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, സമീകൃതമായിട്ടുള്ളൊരു ഫുഡ് ഫോളോ ചെയ്യേണ്ട സമയമാണ് രാവിലെ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം എന്നുള്ളത്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് നമുക്ക് അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിന് സഹായിക്കാത്തതും എന്നാൽ നമുക്ക് ഊർജ്ജസ്വലരായിട്ട് അന്നത്തെ ഒരു ദിവസം ഇരുത്താൻ സഹായിക്കുന്നതുമായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. എങ്കിലും ഒരു തവണയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കാരണം വളരെയധികം നമ്മുടെ ബോഡിയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണിത്. ഒരു നമുക്ക് വീണ്ടും ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ്സ് ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നുള്ളതും, അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റൊക്കെ നമ്മുടെ ശരീരത്തിലെ സുഖമായിട്ടുള്ള ആ ഒരു ഡൈജഷൻ നടത്താനും അല്ലെങ്കിൽ മോഷൻ പോകുന്നതിനും ഒക്കെ തന്നെ സഹായകരമാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അമിതവണ്ണം ഒഴിവാക്കണം എന്നുള്ളവരും കൃത്യമായിട്ടുള്ള ചിട്ടയോടെയുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഡോക്ടർ സജിത ദിജൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പീസ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നമ്മളിതിൽ ഓട്സ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം ഓട്സ് മാത്രമല്ല, സ്റ്റീൽ കട്ട് ഓട്സും അതുപോലെ കുറേ നട്ട്സുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിലുള്ളത് സാധാരണ ഓട്സ് ആണ്, അതെടുത്തിട്ടുണ്ട്. സ്റ്റീൽ കട്ട് ഓട്സ് ആണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഇതൊരു 2 സ്പൂണേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് എടുത്താൽ ഒത്തിരി തിക്കായി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര തന്നെ ഈസി ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ടേസ്റ്റി അല്ല എന്നുള്ളതാണ്. അതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ലൂസായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്നുള്ളത്. അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അതിലേക്ക് അല്പം സാധാരണ പശുവിൻ പാല് ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ള ആൽമണ്ട് മിൽക്കാണ്. സോയ് മിൽക്കോ ഏത് മിൽക്ക് വേണേലും ചേർക്കാം. നെക്സ്റ്റ് കുറച്ച് ചിയാ സീഡ് കുതിർത്തിട്ടുണ്ട്, 2 സ്പൂണ്. അത് ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ ഈ രൂപത്തിലിരിക്കും. അപ്പോൾ അതൊരു 2 ലെയറൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതല്ലെങ്കിൽ ചിയാ സീഡാണ് എപ്പോഴും നമുക്ക് വെയിറ്റ് ലോസിനും ഒക്കെ നല്ലത്, അതുപോലെ ഡൈജഷൻ ഈസി ആക്കാനും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്കസ് എടുക്കാം. ഇനി നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്ന ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ഒരു മുസലി മിക്സാണ്. സീഡ്സും നട്ട്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മില്ലറ്റ്സും എല്ലാം ചേർന്നിട്ടുള്ളത്. കാൽസ്യം, അയൺ, വൈറ്റമിൻ സിയും ഇയും ഒക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ചും ഇതിൽ ആഡഡ് ഷുഗേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ചും യോഗട്ട്, മിൽക്ക് ഇതിൻ്റെ കൂടെ ജസ്റ്റ് അത് മാത്രം മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് പോലെയുള്ള മിക്സിൽ ചേർത്ത് കഴിക്കാം. അപ്പം ഇത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സമീകൃത ആഹാരം ആണ് എന്ന് വേണം പറയാൻ. നമുക്ക് ആവശ്യത്തിനുള്ള അന്നത്തെ ദിവസത്തിനുള്ള ഒരു എനർജിക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും മില്ലറ്റ്സൊക്കെ ഉള്ളതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ. ഇനിയിപ്പം സ്മൂത്തിയിലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതും നല്ലതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിലേക്ക്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഓട്സ് മിക്സിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് സീഡോ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ സീഡും അതുപോലെ അതിന് മുകളിൽ അല്പം കൂടെ ചിയാ സീഡ് ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണം എന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഹെൽത്തി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഡ്രം സ്റ്റിക്ക് എന്നുള്ളത് നമുക്കറിയാം എത്രത്തോളം മുരിങ്ങക്കായ ശരീരത്തിന് ഗുണകരമാണെന്നുള്ള. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ രോഗങ്ങളെയൊക്കെ അകറ്റാനൊക്കെ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സൂപ്പുകൾ. അതപ്പോൾ ഈ സൂപ്പ് എന്നല്ല, ഏത് സൂപ്പ് വേണമെങ്കിലും. ഇതിലേക്ക് അല്പം ചെറിയ ഉള്ളിയൂടെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു വലിയൊരു കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
നമ്മുടെ ഇളവനോ അല്ലെങ്കിൽ ചുരക്കാന്ന് പറയും, അതോ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ചുരക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊരു 3 വിസിലൊക്കെ തന്നെ മതിയായിരിക്കും. അല്പം ഉപ്പും ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് ചൂട് പോയി കഴിഞ്ഞാൽ ബാക്കി മിക്സൊക്കെ ഓക്കെ, പക്ഷെ നമുക്കിതിൽ നിന്ന് ആ ഒരു മുരിങ്ങാക്കായയുടെ പൾപ്പ് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ചെറിയൊരു സ്പൂണ് കൊണ്ടോ വല്ലതും നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു മിക്സും റെഡിയായി. ബാക്കി എല്ലാ മിക്സും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് നന്നായി ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി അത് ബാക്കിയുള്ള ആ വെള്ളവും നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ സെയിം കുക്കറിലെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം അല്പം ബട്ടറിൽ ഇതുപോലെ വെളുത്തുള്ളി, അതൊരു ടേസ്റ്റ് വൈസും നല്ലതാണ്, നമ്മുടെ വയറിനും നല്ലതാണ്. അതിനുശേഷം അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഈ മിക്സ് ചേർത്ത് അല്പം പെപ്പർ പൗഡർ, ഇനി നല്ല ചൂട് കാലാവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് പെപ്പറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനം ഞാനിതിലേക്ക് ചെറിയൊരു നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇത് ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എഗ് വൈറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. കൊറിയാണ്ടർ ലീവ്സും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെയധികം ടേസ്റ്റ് വൈസും വളരെ നല്ലതാണ്, അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് വൈസും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് എന്നുള്ളൊരു കാര്യം മാത്രമല്ല കേട്ടോ, അമിതമായിട്ട് നമ്മുടെ BMI കറക്റ്റല്ല, അത് അധികമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒബേസിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു കാരണം ഉണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ചിലപ്പോൾ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആ ഒരു ക്രമീകരണ രീതി ശരിയല്ലാത്തതും ഒക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഈ ഒരു പ്രഭാത ഭക്ഷണം ഏത് കഴിക്കണം എന്നുള്ളത്. അതിന് കൂടെ തന്നെ ഞാൻ ചെറിയൊരു റെസിപ്പി കൂടെ നമുക്ക് ഡിന്നർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ഒരെണ്ണം ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡയറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന, ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല അമിതമായിട്ടുള്ള സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയങ്ങളിലും ഒക്കെ തന്നെ അത് നോമ്പ് തുറ സമയങ്ങളിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് വളരെ പോഷകമൂല്യമുള്ളത് കൂടിയാണ്. അപ്പോൾ നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ എപ്പോഴും സ്പൈസസ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക. എരിവ് പുളിയൊക്കെ അമിതമാവാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം ഇത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടി ഇത് സഹായിക്കും. തീർച്ചയായിട്ടും പല കാര്യങ്ങൾ കൊണ്ട് ചിലർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ ദഹനം ശരിയായിട്ട് നടക്കാണ്ട് വരുമ്പോൾ ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിപ്പം ചില ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയാൽ പോലും നമുക്ക് ബ്ലഡ് ഷുഗറിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. പിന്നെ അതല്ലാതെ നമുക്ക് ഒബേസിറ്റി, പൊണ്ണത്തടി എന്നുള്ള പ്രശ്നം, കുടവയറ്, ഇതൊക്കെ നമുക്ക് ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിന് ഫാറ്റിനെ ഒരുക്കി കളയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെറ്റബോളിസം നോർമൽ ആയിരിക്കണം. അതിന് സഹായിക്കുന്ന കുറേയേറെ ഡ്രിങ്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രിങ്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതിന് കൂടെ നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയെ ഒന്ന് വാമപ്പ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിനുശേഷം ഇതുപോലുള്ള ഡയറ്റും ഫോളോ ചെയ്താൽ വളരെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ വേണ്ടി സാധിക്കും. കൂട്ടത്തിൽ നമ്മുടെ ഹോർമോൺ ലെവലിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ടും വരുന്ന ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടുണ്ടാവുന്ന ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ തന്നെ നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള റെസിപ്പീസിന് നിങ്ങൾക്ക് കഴിയുന്നവർക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. വർക്കിംഗ് ആയിട്ടുള്ള വുമൺസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് ടൈം വേണം. എങ്കിലും ഇതൊക്കെ ഒന്ന് ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വയറായിട്ടിരിക്കുകയും ചെയ്യും. അതിൻ്റെ ഗുണങ്ങൾ വളരെ വലുതാണ്. നമുക്ക് റൈസിനെ കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാച്ചാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോമക്കിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാറി മാറി ഉപയോഗിക്കാം. അതിൽ 1-2 ഓപ്ഷൻ അല്ല കേട്ടോ, ഒത്തിരിയേറെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.